ദീർഘകാലം CPM മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന ഈ സമ്മേളനത്തിൽ സെക്രട്ടറി ചുമതല ഒഴിഞ്ഞ ശ്രീ EN മോഹൻദാസ് എനിക്കൊപ്പമുണ്ട്. അദ്ദേഹം ഈ ഒരു സമ്മേളനത്തോടു കൂടി ഒരു പദവി മാറിയിരിക്കുകയാണ്. അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിലവിൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരാനുള്ള താല്പര്യമില്ല എന്ന് നേതൃത്വത്തെ അറിയിച്ചത്. അല്ലേ, അങ്ങനെ തന്നെയാണ്? ഞാൻ പാർട്ടിയിൽ ഇനിയിപ്പോൾ പറയാമല്ലോ, നിങ്ങൾ നേരത്തെ ചോദിച്ചപ്പോൾ വളരെ നേരത്തെ തന്നെ പാർട്ടി സംസ്ഥാന നേതൃത്വത്തോട് എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് പദവിയിൽ നിന്നും മാറ്റിത്തരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് ഭാഗികമായി അംഗീകരിച്ചിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി തന്നിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റിയിൽ തുടരും, ജില്ലാ കമ്മിറ്റിയിൽ തുടരണം എന്നുള്ള അതാണ്. അതനുസരിച്ച് ജില്ലാ കമ്മിറ്റി തുടരും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മരിക്കുന്നവരെയുള്ള സംഘടനാ പ്രവർത്തനമാണ്. എന്നെക്കൊണ്ട് കഴിയുന്ന എൻ്റെ ആരോഗ്യം ഒക്കെ വെച്ചുകൊണ്ട് അത് മരിക്കുന്നത് വരെ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെ പണ്ട് മുതലേ ശീലിച്ചൊരിതായതുകൊണ്ട് പദവികളൊന്നും എനിക്കൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ല. ഇപ്പോൾ ഈ ആരോഗ്യം നല്ലപോലെ ഒരു പാർട്ടി സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ CPM സംബന്ധിച്ച് വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ്. അതിന് സമയമില്ല. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട്. അത് പാർട്ടിക്ക് ബോധ്യമുള്ളതുകൊണ്ട് എൻ്റെ റിക്വസ്റ്റ് പാർട്ടി അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒഴിവായി തന്നിട്ടുണ്ട്. പാർട്ടി ജില്ലാ കമ്മിറ്റിയെ സഹായിച്ചുകൊണ്ട് എൻ്റെ ആരോഗ്യത്തിനകത്ത് നിന്നുകൊണ്ട് ചെയ്യാവുന്ന പരമാവധി പ്രവർത്തനങ്ങൾ മേലിലും ഉണ്ടാവും. മലപ്പുറത്തെ സംബന്ധിച്ച് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ചരിത്രമുണ്ട്. പാർട്ടിയെ സംബന്ധിച്ചും CPM സംബന്ധിച്ചാണെങ്കിൽ വലിയ ചരിത്രം ഉറങ്ങുന്നവനാണ്. ദീർഘകാലം അങ്ങ് പാർട്ടി പ്രവർത്തന രംഗത്തുള്ള വ്യക്തിയാണ്, നേതൃസ്ഥാനത്തുണ്ടായിരുന്നു. എങ്ങനെയാണ് ജില്ലയിലെ ഈ പ്രവർത്തനങ്ങൾ ഓർത്തെടുക്കുമ്പോൾ മറക്കാൻ പറ്റാത്ത അനുഭവം, അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഈ സമയത്ത് ഓർക്കാൻ കഴിയും? ഈ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ 1970 മുതൽ പാർട്ടി രംഗത്തുള്ള ആളാണ്. പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായും ഏരിയ സെക്രട്ടറിയായും ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ വിദ്യാർത്ഥി യുവജന രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. നിരവധി സമരങ്ങളിൽ പങ്കാളിയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സാംസ്കാരിക രംഗത്ത് ഇടപെട്ടിട്ടുണ്ട്. നമ്മുടെ ജില്ലയുടെ ദേശീയ പ്രസ്ഥാനത്തിലെ പാരമ്പര്യം, ആ പാരമ്പര്യം പ്രോജ്വലിപ്പിക്കുന്ന ശ്രദ്ധേയമായ ചില പരിപാടികൾ ഞാൻ മുൻകൈയെടുത്ത് നടന്നിട്ടുണ്ട്. ഇപ്പോൾ കോട്ടക്കൽ വെച്ചുകൊണ്ട് നടന്ന 1939 നടന്ന KPCCയുടെ സമ്പൂർണ്ണ സമ്മേളനം നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ, കേരളത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ വലിയ നാഴികക്കല്ലാണ്. അന്നത്തെ KPCCയാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി രൂപം കൊള്ളുന്നത്. ഇന്ത്യയിൽ എവിടെ ഇല്ലാത്തതാണ്. EMS സെക്രട്ടറി ആയിരുന്ന കമ്മിറ്റി 1939 ആ സമ്മേളനത്തിൽ 1993 അന്ന് ജീവിച്ചിരിക്കുന്ന ആ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ, അതുപോലെ തന്നെ സമ്മേളനത്തിൽ വളണ്ടിയർമാരായി പ്രവർത്തിച്ചവർ, സന്നദ്ധ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ കോട്ടക്കലിൽ നിന്ന് പറപ്പൂരിലേക്കുള്ള പറപ്പൂർ ഹൈസ്കൂൾ നിൽക്കുന്ന അത് ഒരു മൈതാനമായിരുന്നു. ആ മൈതാനത്തിലാണ് ആ സമ്മേളനം കെട്ടിയുണ്ടാക്കിയ പന്തലിലാണ് നടന്നത്. ജനറേറ്ററൊക്കെ വെച്ചിട്ടുള്ള വലിയ മഹാസംഭവമല്ല. ആ സമ്മേളനത്തിൽ ജീവിച്ചിരിക്കുന്ന 93 ജീവിച്ചിരിക്കുന്ന എല്ലാവരെയും അണിനിരത്തി. അതിൽ കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തവരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു. അവരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്കൊരു വലിയ ആദരവ്. ആ ആദരവിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലപ്പുറത്തിൻ്റെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലെ പാരമ്പര്യം അടയാളപ്പെടുത്താൻ. EMS അടക്കം പങ്കെടുത്ത മുഖ്യാതിഥി EMS ആയിരുന്നു. അന്ന് അദ്ദേഹമായിരുന്നല്ലോ KPCC സെക്രട്ടറി. അങ്ങനെ വലിയൊരു പരിപാടി, പഴയ ഞാൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാര്യം ചോദിച്ചുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പുതിയ തലമുറയ്ക്ക് ഇങ്ങനൊരു പാരമ്പര്യം പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി നടത്തപ്പെട്ടിട്ടുള്ള ഒരു സെമിനാർ, ഒരു കൂട്ടായ്മ, ഇവർക്കൊരു സ്വീകരണം, അതിൻ്റെ ഒരു മുഖ്യ സംഘാടകനായിരുന്നു ഞാൻ. അതിൻ്റെ ചെയർമാൻ, സംഘാടക സമിതിയുടെ ചെയർമാൻ PK വാര്യരുടെ സഹപ്രവർത്തകനായ NVK വാര്യരായിരുന്നു. അത്തരമൊരു സമ്മേളനം സംഘടിപ്പിക്കുന്നതിന് ഏറ്റവും വലിയ നമുക്ക് ഉപദേശം നൽകിയത് PK വാര്യരാണ്. അദ്ദേഹത്തിൻ്റെ പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്മൃതി പർവ്വത്തിലൊക്കെ അത് എഴുതിയിട്ടുണ്ട്. അന്ന് നമുക്കറിയില്ലല്ലോ
കാസർഗോഡ് വരെ ഞാൻ പോയിട്ടുണ്ട്. അന്ന് ജീവിച്ചിരിക്കുന്ന KPR ഗോപാലനെ മാത്രമാണ്, അദ്ദേഹം വളരെ ശയ്യാവലംബിയായിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞില്ല. മറ്റെല്ലാവരെയും വടക്കേ മലബാറിൽ കമ്മ്യൂണിസ്റ്റ് TC നാരായണൻ നമ്പ്യാർ, കല്ലാട്ട് കൃഷ്ണൻ, EMS, ബിച്ചുവാവ, അങ്ങനെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകന്മാർ, അന്നത്തെ KPCC സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവരും, അതിൽ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന അഡ്വക്കേറ്റ് മൊയ്തീൻ കുട്ടി സാഹിബുണ്ട്, കുറ്റിപ്പുറത്തുകാരൻ, അദ്ദേഹത്തെ വരെ നമ്മൾ അതിൽ പങ്കെടുപ്പിച്ചിരുന്നു, ആദരിക്കുകയും ചെയ്തു. ഒരു വലിയ അനുഭവമാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവേശം നൽകുന്ന ഒരനുഭവമാണ്. അതോടൊപ്പം തന്നെ ചോദിച്ചോട്ടെ, പാർട്ടി പ്രവർത്തനത്തിൽ പദവി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ വെല്ലുവിളിയാകുന്ന തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഓർക്കുന്നു? അല്ല, പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ പദവി എന്ന് പറഞ്ഞാൽ നിരവധി വെല്ലുവിളി നേരിടുന്നതല്ലേ, ചെറുതല്ലല്ലോ. ഒരുപാട് വെല്ലുവിളികൾ 7 കൊല്ലം സംഘടനാപരമായും, അതുപോലെ ഇപ്പോൾ ഏറ്റവും അവസാനം പിന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ പാർട്ടിക്ക് ഒരു പരിക്കുമില്ലാതെ, ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ, ഇടതുപക്ഷത്തിൻ്റെ ഒരു MLA അദ്ദേഹം ഇടതുപക്ഷവുമായി ബന്ധം വിച്ഛേദിച്ചു പോയി, വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയത്. പക്ഷേ പാർട്ടിക്കൊരു പോറലും ഏൽക്കാത്ത രൂപത്തിൽ ആ വെല്ലുവിളിയിൽ നിന്ന് പാർട്ടിയെ രക്ഷിച്ചെടുക്കാൻ, പാർട്ടിയെ ഒറ്റക്കെട്ടായി പാർട്ടിയോടൊപ്പം നിർത്താൻ, അതൊക്കെ വലിയൊരു അനുഭവമാണല്ലോ, വലിയൊരു സംഭവമാണല്ലോ. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി ഒരുപാട് ആക്ഷേപങ്ങൾക്ക് വിധേയനാകേണ്ടി വന്നു. ആ ആക്ഷേപങ്ങളുടെ മുമ്പിലൊന്നും തളരാതെ മുന്നോട്ട് പോയി പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ബാധ്യതയാണ്. ആ ബാധ്യത നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ജില്ലയിലെ പാർട്ടിയെ കുറച്ചും കൂടി ഊർജ്ജസ്വലതയോടുകൂടി പാർട്ടി സഖാക്കൾ, പാർട്ടിക്കൊരു വെല്ലുവിളി വന്നിരിക്കുന്നു, അതിനെ നേരിടാൻ പാർട്ടിയാകെ ഒറ്റക്കെട്ടായി ഒരേ മനസ്സായി അണിനിരക്കുന്ന ഒരു അനുഭവമാണ്. അതിപ്പോൾ ഒരു സമീപകാലത്തൊരു അനുഭവമുണ്ട്. അതിലൊക്കെ ഇപ്പോൾ സ്വാഭാവികമായും ജില്ലാ സെക്രട്ടറി എന്നുള്ള രൂപത്തിൽ ചെറിയ പങ്കുണ്ടല്ലോ ആവുമല്ലോ. ഇപ്പോൾ ഈ സ്വതന്ത്രരെ ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പിലെ പരീക്ഷണം തുടരുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ അങ്ങ് പറയുന്നുണ്ട്. പക്ഷേ നിലമ്പൂർ പോലെ സഖാബ് കുഞ്ഞാലിയുടെയൊക്കെ മണ്ണ്, ഓർമ്മകൾ ഊറുന്ന മണ്ണ്, ആ ഇടങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും സ്വതന്ത്ര പരീക്ഷിക്കാനുള്ള ആ ഒരു നടപടിയിൽ നിന്നും മറ്റൊരു തീരുമാനം നമുക്ക് പ്രതീക്ഷിക്കാമോ? അത് ആ പാർട്ടി തന്നെ ഏറ്റെടുത്തുകൊണ്ട് ആ സീറ്റിലൊരു പാർട്ടി സ്ഥാനാർത്ഥിക്ക് പ്രതീക്ഷിക്കാം? സ്വതന്ത്രരുടെ പരീക്ഷണം അത് നമ്മൾ തുടരും. അത് ഏത് മണ്ഡലം എന്നില്ല, ഓരോ മണ്ഡലത്തിനും അനുയോജ്യമായ സ്ഥാനാർത്ഥികളെ ലഭ്യമാകുമ്പോൾ, സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ലഭ്യമാകുമ്പോഴാണ് അവരെ നമ്മൾ ആ മണ്ഡലത്തിൽ സ്വതന്ത്രരായി മത്സരിപ്പിക്കാറ്. ഇപ്പോൾ മങ്കടയിൽ മഞ്ഞളാംകുഴി അലി സ്ഥാനാർത്ഥിയാവാൻ മുന്നോട്ട് വന്നു. അവിടെ ലീഗിനെ തോൽപ്പിക്കാൻ അനുയോജ്യനായ സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ മത്സരിപ്പിച്ചു. എന്നാൽ ആദ്യത്തെ മത്സരത്തിൽ ചെറിയ നമ്മുടെ സംഘടനാപരമായ പരിമിതികളുടെയൊക്കെ ഭാഗമായി ചെറിയ വോട്ടിന് തോറ്റു. എന്നാൽ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിലും മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിലും നല്ല വിജയം നേടിയ, തോൽപ്പിച്ചത് KPA മജീദിനെയും രണ്ടാമത് തോൽപ്പിച്ച് MK മുനീറിനെയാണ്. ലീഗിൽ ഇത്രയും ബഹുജന CH മുഹമ്മദോയുടെ മകനല്ലേ തോൽപ്പിച്ചു. അപ്പോൾ അത് അത്തരം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് അദ്ദേഹത്തെ ഒപ്പം നിർത്താൻ, പൂർണ്ണമായി നിർത്താൻ കഴിഞ്ഞില്ല. അത് അവർക്ക് സ്വതന്ത്ര പദവി ഉണ്ടല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ നിലപാടുകൾ എക്കാലത്തും നമ്മളോടൊപ്പം ആയിക്കൊള്ളുന്നില്ല. അങ്ങനെ ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട്. എന്നാൽ TK ഹംസയെ പോലെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ട് KPCC പ്രസിഡൻ്റ്, DCC പ്രസിഡൻ്റായിരുന്ന TK ഹംസാക്ക പൊതു രാഷ്ട്രീയത്തിൽ പ്രായത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലെങ്കിൽ പോലും ഇപ്പോഴും അധികം പാർട്ടിക്കൊരു വെല്ലുവിളി ഉയർന്നപ്പോൾ സടകുടഞ്ഞെഴുന്നേറ്റ് അതിനെ പ്രതിരോധിക്കാൻ രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടല്ലോ. അതാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് സ്വതന്ത്ര ഒരു ഘട്ടത്തിൽ പാർട്ടിയിലേക്ക് വരും, പിന്നീടും തിരിച്ചു വരുന്നൊരു സാഹചര്യം ചരിത്രമൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത്തരമൊരു സ്വതന്ത്ര പരീക്ഷണത്തിൻ്റെ ഭാഗം കൂടിയായിരുന്നല്ലോ നിലമ്പൂരിൽ PV അൻവർ. അദ്ദേഹം ഇപ്പോൾ പൂർണ്ണമായും ഒരു തരത്തിലുള്ള ബന്ധവുമില്ല മുന്നണിയുമായിട്ടോ പാർട്ടിയുമായിട്ടൊക്കെ തന്നെ. അങ്ങ് ഈ പദവി ഒഴിഞ്ഞ സാഹചര്യത്തിൽ ഞാൻ പ്രത്യേകമായി ചോദിക്കുന്നതാണ്, PV അൻവർ ആ രീതിയിൽ നയം മാറ്റിക്കൊണ്ട്, നിലപാട് മാറ്റിക്കൊണ്ട് ഒരു തിരിച്ചുവരവിന് തയ്യാറെടുത്താൽ അല്ലെങ്കിൽ താല്പര്യം പ്രകടിപ്പിച്ചാൽ എന്തായിരിക്കും നിലപാട്? അത് അദ്ദേഹത്തിൻ്റെ നിലപാടും അതിനെ സംബന്ധിച്ച് പാർട്ടിയാണല്ലോ ചർച്ച ചെയ്യേണ്ടത്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി നേതൃത്വവും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് അതിനെപ്പറ്റി ഒരഭിപ്രായം പറയാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ അദ്ദേഹം നമ്മുടെ പാർട്ടിയെ എങ്ങനെ തകർക്കാം എന്നാണ് അദ്ദേഹത്തിൻ്റെ, അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത്തരൊരു സന്ദർഭത്തിൽ അങ്ങ് ചോദിച്ച ചോദ്യത്തിന് വലിയ പ്രസക്തി ഇല്ല.
അതിനിപ്പോൾ ഒരു പ്രതികരണവും ഇല്ല. എന്തായാലും പദവി ഒഴിഞ്ഞെങ്കിലും സജീവമായി പാർട്ടി പരിപാടികളിലൊക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പാർട്ടിയുടെ എല്ലാ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായി, ജില്ലാ കമ്മിറ്റി അംഗമാണ് ഞാനിപ്പോഴും. ഈ പുതിയ കമ്മിറ്റിയിലും ഞാനുണ്ട്. എൻ്റെ പേര് ഒന്നാമത്തെ പേരായിട്ട് കണ്ടല്ലോ. അപ്പോൾ എൻ്റെ ആരോഗ്യ പരിമിതി വെച്ച് കീ പോസ്റ്റിൽ നിന്നാണ് ഞാൻ മാറിയിട്ടുള്ളത്. ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കീ പോസ്റ്റാണ്. പാർട്ടി ജില്ലയിലെ പാർട്ടി ഘടകത്തിൽ നിന്നല്ല. അപ്പോൾ ഒരു ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയിൽ ഞാൻ ഒരുപാട് കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. അന്നത്തെ രാവും പകലും ഊണും ഉറക്കമില്ലാതെ അന്നത്തെ അങ്ങനെയുള്ളൊരു പ്രവർത്തനം നടത്താനുള്ള ആരോഗ്യമില്ല. എന്നാലും ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ച രൂപത്തിൽ മലപ്പുറത്തിൻ്റെ ഒരു പാരമ്പര്യം, ഒരു സമൂഹ നിർമ്മിതി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതൊന്നും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താനുള്ള അതിനുള്ള പഠനങ്ങളോ ഗവേഷണങ്ങളോ ഒന്നും നടന്നിട്ടില്ല. അപ്പം അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ കുറേ കൂടി കുറച്ച് ഇപ്പോൾ കീ പോസ്റ്റിലില്ല എന്നുള്ളത് കൊണ്ട് കുറച്ചും കൂടി അത്തരം കാര്യങ്ങളിലേക്ക് പാർട്ടി പ്രവർത്തനത്തിന് സഹായകരാണ് പാർട്ടിക്കാരെ. അപ്പോൾ മലപ്പുറത്തിൻ്റെ സമൂഹ നിർമ്മിതിയുമായി ബന്ധപ്പെട്ടും എന്താണ് മലപ്പുറത്തെ സമൂഹം, അതിൻ്റെ ഒരു പാരമ്പര്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ പാർട്ടി സഖാക്കളുടെ രാഷ്ട്രീയ പരിശീലനം, സംഘടനാ പരിശീലനം, ഈ അനുഭവ സമ്പത്ത് ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം അത്തരം കാര്യങ്ങളൊക്കെ പാർട്ടിക്ക് വേണ്ടി വിനിയോഗിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സജീവമായി മലപ്പുറത്ത് ഞാനുണ്ടാവും. കാണാം, തീർച്ചയായും കാണാം. അതുതന്നെയാണ്, പദവി ഒഴിഞ്ഞെങ്കിലും സജീവമായി പാർട്ടി പരിപാടികളിലൊക്കെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് മുൻ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള EN മോഹൻദാസ് ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ ചാനലിനോട് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് കർലായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, റിപ്പോർട്ടർ താനൂർ.